വെൽക്കം ബാക്ക് ടു എവരിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. യൂസ് ടുവും ബി യൂസ് ടുവും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഐ യൂസ് ടു എന്ന്, മറ്റ് ചിലപ്പോൾ ഐ ആം യൂസ് ടു എന്നാണ് പറയുക. അതുപോലെ ഹീ യൂസ് ടുവും ഹീ ഈസ് യൂസ് ടുവും തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ഇതിൻ്റെ അവസാനം ഞാൻ ചെറിയൊരു ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്കാദ്യം യൂസ് ടുവിനെ പറ്റി മനസ്സിലാക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ടു യൂസ് എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വാക്കുമായോ ആ ഒരു അർത്ഥവുമായോ ഈ യൂസ് ടുവിന് യാതൊരു ബന്ധവുമില്ല. യൂസ് ടു എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം മലയാളത്തിൽ. ചെറുപ്പത്തിൽ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, വെൻ ഐ വാസ് യങ് I used to read a lot. സെൻറ്റൻസ് കണ്ടല്ലോ. When I was young, I used to read a lot. കണ്ടോ, ഇവിടെ ഞാൻ യൂസ് ടു റീഡ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ ആ യൂസ് ടു ഇവിടെ ഉപയോഗിച്ചതെന്ന് അറിയാമോ? എനിക്കൊരു കാര്യം ഇവിടെ വ്യക്തമാക്കണം എന്നുണ്ട്. വായിക്കുക എന്ന് പറയുന്നത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ പണ്ട് ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം, പാസ്റ്റിൽ സ്ഥിരമായി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഇവിടെ ഞാനങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ഞാൻ ഈ കാര്യം ചെയ്യുന്നുമില്ല. അതുകൊണ്ടാണല്ലോ പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ യൂസ്ഡ് ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് യൂസ്ഡ് ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും കണക്ട് ചെയ്തായിരിക്കും സംസാരിക്കുക. അപ്പോൾ കണക്റ്റഡ് സ്പീച്ച് ഉപയോഗിക്കുമ്പോൾ ഈ യൂസ്ഡ് ടു എന്നുള്ളത് യൂസ് ടു എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നും, യൂസ് ടു എന്നാണോ യൂസ്ഡ് ടു എന്നാണോ പറഞ്ഞതെന്ന്. പക്ഷേ അത് ആ ഒരു അർത്ഥത്തിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ കാപ്പിയാണ് കുടിക്കാറുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഈയിടെയായി ചായയാണ് കുടിക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി, പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെപ്പറ്റി പറയാൻ യൂസ് ടു ഉപയോഗിക്കാം. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി ബട്ട് നൗ ഐ ഡ്രിങ്ക് ടീ. കണ്ടോ, ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി ബട്ട് നൗ ഐ ഡ്രിങ്ക് ടീ. ഇപ്പോൾ നമ്മൾ രണ്ട് സെൻറ്റൻസസ് കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം വന്നത് ഐ എന്ന വാക്കാണല്ലേ, അതിനുശേഷം യൂസ് ടു, അതിനുശേഷം ഡ്രിങ്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വേർഡ് ഓർഡർ? ആദ്യം സബ്ജക്റ്റ്, ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ. അപ്പോൾ ഐ ആണ് ആദ്യം വന്നത്, അതിനുശേഷം യൂസ്ഡ് ടു. ഒരിക്കലും നമ്മൾ യൂസ് ടു എന്ന് പറയുന്നില്ല കേട്ടോ, യൂസ്ഡ് ടു, പണ്ട് സ്ഥിരമായി ചെയ്തിരുന്ന കാര്യം. അതുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് ടെൻസ് പറഞ്ഞത്. അതിനുശേഷം വന്നത് എന്താണ്? ഡ്രിങ്ക് എന്ന വേർബ്. അപ്പോൾ ആ വേർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പാസ്റ്റ് ഫോം അല്ല, നമ്മൾ അതിൻ്റെ കൂടെ ING ചേർക്കുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബേസ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, യൂസ് ടു ഉപയോഗിക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ യൂസ് ടു, പിന്നെ വേർബിൻ്റെ ബേസ് ഫോം. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ട് സെൻറ്റൻസസിലും നമ്മൾ യൂസ് ടു ഉപയോഗിച്ചത് പണ്ട് പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. പക്ഷേ യൂസ് ടു ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ്സിനെ പറ്റി, അതായത് അവസ്ഥകളെ പറ്റിയും പറയാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് അവൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ മുടിക്ക് നീളം കുറവാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ വ്യക്തി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ, അവളുടെ മുടിക്ക് നീളം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക? ഷീ യൂസ് ടു ഹാവ് ലോങ് ഹെയർ ബട്ട് നൗ ഹെർ ഹെയർ ഇസ് ഷോർട്ട്. ഷീ യൂസ് ടു ഹാവ് ലോങ് ഹെയർ ബട്ട് നൗ ഹെർ ഹെയർ ഇസ് ഷോർട്ട്. നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ന്യായമായിട്ടൊരു സംശയം തോന്നുന്നുണ്ടാവും, നമുക്ക് ഈ യൂസ് ടു എന്നുള്ളത് ഇങ്ങനെ പാസ്റ്റ് ഫോമിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതോ യൂസ് ടു എന്നതും സാധ്യമാണോ എന്ന്? സാധ്യമാണ്, പക്ഷേ ഒരു കണ്ടീഷൻ, അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെയോ ഭാഗമായിട്ട് വരണം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നോക്കാം. ചെറുപ്പത്തിൽ ഞാൻ ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. എങ്ങനെ പറയുക? വെൻ ഐ വാസ് യങ് ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് അല്ലേ. വെൻ ഐ വാസ് യങ് ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഇനി എനിക്ക് പറയേണ്ടത് ചെറുപ്പത്തിൽ ഞാൻ അധികം യാത്ര ചെയ്യുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ അവിടെ നെഗറ്റീവായല്ലേ. അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് വരുന്നതെന്ന് നോക്കൂ. വെൻ ഐ വാസ് യങ് ഐ ഡിഡൻറ്റ് യൂസ് ടു ട്രാവൽ എ ലോട്ട്. കണ്ടോ, വെൻ ഐ വാസ് യങ് ഐ ഡിഡൻറ്റ് യൂസ് ടു ട്രാവൽ എ ലോട്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്?
യാത്ര അധികം ചെയ്യുമായിരുന്നില്ല എന്ന് പറയാൻ ഞാൻ ഡിഡിൻറ്റ് ഉപയോഗിച്ചു, നെഗറ്റീവ് ആക്കാൻ. ഡിഡിൻറ്റ് വന്നതുകൊണ്ട് യൂസിൻ്റെ കൂടെ ഞാൻ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഐ ഡിഡിൻറ്റ് യൂസ് ടു ട്രാവൽ എന്ന് പറഞ്ഞു. ഇനിയും സംശയം ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. അയാൾ കാപ്പി കുടിക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക? ഹി യൂസ് ടു ഡ്രിങ്ക് കോഫി, അല്ലേ? ഹി യൂസ് ടു ഡ്രിങ്ക് കോഫി. ഇനി അയാൾ കാപ്പി കുടിക്കുമായിരുന്നില്ല എന്ന് പറയണം, നെഗറ്റീവിൽ. അപ്പോൾ എന്താ പറയുക? ഹി ഡിഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി. കണ്ടോ, സ്പെല്ലിംഗ് നോക്കൂ. ഹി ഡിഡിൻറ്റ് യൂസ് ടു എന്നാണ് പറഞ്ഞത്, യൂസ്ഡ് എന്നല്ല, യൂസ് ടു ഡ്രിങ്ക് കോഫി. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഡിഡിൻറ്റ് കഴിഞ്ഞാൽ യൂസ് ടു എന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, അയാൾ കാപ്പി കുടിക്കുമായിരുന്നില്ല എന്ന കാര്യം ഇംഗ്ലീഷിൽ പറയാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. ഡിഡിൻറ്റ് ഉപയോഗിക്കാതെ നമുക്കത് പറയാം. ഹി നെവർ യൂസ് ടു ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ കഥ ഇത്തിരി മാറിയിട്ടുണ്ട്. ഹി നെവർ യൂസ്ഡ് ടു ഡ്രിങ്ക് കോഫി എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ, ഹി ഡിഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക്. താഴെ ഹി നെവർ യൂസ്ഡ് ടു ഡ്രിങ്ക്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ പറഞ്ഞ രീതി വ്യത്യാസം വന്നു. ഡിഡിൻറ്റിന് ശേഷം യൂസ് ടു എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ താഴെ നെവർ ആയതുകൊണ്ട് അതിന് ശേഷം യൂസ് ടു എന്ന് പറയാം. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. അവൾ പിയാനോ വായിക്കുമായിരുന്നു. ഇംഗ്ലീഷിൽ പറയാം, ഷീ യൂസ് ടു പ്ലേ ദ പിയാനോ. ഷീ യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ. ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും? അവൾ പിയാനോ വായിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയും? ഷീ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ ദ പിയാനോ. ശരിയല്ലേ? നെവർ ഉപയോഗിച്ച് എങ്ങനെ പറയും? ഷീ നെവർ യൂസ്ഡ് ടു പ്ലേ ദ പിയാനോ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ യൂസ് ടു എന്ന് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ. അപ്പോൾ ചോദ്യങ്ങളിൽ എങ്ങനെയാണ് യൂസ് ടു എന്ന് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. അവൾ ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്, അതായത് കഴിഞ്ഞിരുന്നതെന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുക, ഷീ യൂസ് ടു സ്റ്റേ വിത്ത് അസ്. ഷീ യൂസ് ടു സ്റ്റേ വിത്ത് അസ്. ഇനി ചോദ്യം ചോദിക്കണം. അവൾ നിങ്ങളുടെ കൂടെയാണോ കഴിഞ്ഞിരുന്നത്? ഇംഗ്ലീഷിൽ എങ്ങനെ വരും ചോദ്യം? ഡിഡ് ഷീ യൂസ് ടു സ്റ്റേ വിത്ത് യു? ചോദ്യം നോക്കൂ. ഡിഡ് ഷീ യൂസ് ടു സ്റ്റേ വിത്ത് യു? കണ്ടു, ഡിഡ് കഴിഞ്ഞതുകൊണ്ട് യൂസ് ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർ യോഗ ചെയ്യാറുണ്ടായിരുന്നോ? എങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് ദേ യൂസ് ടു ഡു യോഗ? ഡിഡ് ദേ യൂസ് ടു ഡു യോഗ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവർ ഇവിടെയാണോ ജോലി ചെയ്യാറുണ്ടായിരുന്നത്? ഡിഡ് ദേ യൂസ് ടു വർക്ക് ഹിയർ? ഡിഡ് ദേ യൂസ് ടു വർക്ക് ഹിയർ? ശ്രദ്ധിക്കണം, ഡിഡ് കഴിഞ്ഞിട്ട് യൂസ് ടു, അവിടെ ഡി ചേർത്തിട്ടില്ല. അപ്പോൾ യൂസ് ടുവിൻ്റെ ഉപയോഗം ഇപ്പോൾ വ്യക്തമായല്ലോ. നമ്മൾ പാസ്റ്റിൽ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ആളെ പരിചയപ്പെടാൻ പോവുകയാണ്, ബി യൂസ് ടു. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഈ ബി യൂസ് ടു എന്ന് പറഞ്ഞ് നമ്മൾ സെൻറ്റൻസസിൽ കേൾക്കാറില്ലല്ലോ, കാണാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ശീലമായി. അതായത് ഞാൻ അങ്ങനെ ഒരു കാര്യമായിട്ട് ഇപ്പോൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഐ ആം യൂസ്ഡ് ടു വർക്കിംഗ് ഫ്രം ഹോം. ഐ ആം യൂസ്ഡ് ടു വർക്കിംഗ് ഫ്രം ഹോം. ഇനി മറ്റൊരു സെൻറ്റൻസ്. അവൾക്ക് വൈകി ഉറങ്ങാൻ പോകുന്നത് ശീലമായി. ഇംഗ്ലീഷിൽ ഷീ ഈസ് യൂസ്ഡ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ്. ഞാൻ പറഞ്ഞത് ഷീ ഈസ് യൂസ്ഡ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ്. ഇനി മൂന്നാമത്തത്, അവർക്ക് ചൂട് കാലാവസ്ഥ ശീലമായി, അതുമായിട്ട് പൊരുത്തപ്പെട്ടു എന്ന്. അപ്പം എന്താ പറയുക? ദേ ആർ യൂസ്ഡ് ടു ഹോട്ട് വെതർ. ദേ ആർ യൂസ്ഡ് ടു ഹോട്ട് വെതർ. നമ്മളിപ്പോൾ കണ്ട മൂന്ന് സെൻറ്റൻസസിലും നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? അയാൾ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യവുമായി പൊരുത്തപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം ശീലമായി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ബി യൂസ് ടു എന്ന രൂപം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ ഒന്നും പക്ഷേ ബി കാണുന്നില്ലല്ലോ എന്ന്. അത് കാണാത്തതിന് കാരണം ബി ഓരോ സെൻറ്റൻസിലും ഓരോ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ഐ, എന്നെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമ്മൾ ബി അല്ല കാണുക, ആം എന്ന വാക്കാണ്. കാരണം ബി ഐയുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ ആം എന്ന് പറഞ്ഞാണ് വരിക.
അപ്പോൾ അവിടെ നമ്മൾ കണ്ട് ഐ ആം യൂസ് ടു. രണ്ടാമത്തേൽ നമ്മൾ ഒരാളെ പറ്റി ഷീ എന്നൊരാളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അവൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ബി ഉപയോഗിക്കുന്നത് ഇസ് എന്ന ഫോമിലാണ്. മൂന്നാമത്തേലോ നമ്മൾ ഒന്നിലധികം പേരെ പറ്റി ദേ, അതായത് അവരെ പറ്റി പറയുമ്പോൾ നമ്മൾ ബി എന്നല്ല കാണുക, ആർ എന്നാണ് കാണുക. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ ബി യൂസ് ടുവിന് ശേഷം വരുന്നത് വേർബിൻ്റെ കൂടെ ING ചേർത്ത ഫോമായിരിക്കും. പക്ഷെ അത് വേർബല്ല, അതൊരു നൗണിനെ പോലെയാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേര് ജെറണ്ട് എന്നാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം. ഇത് മനസ്സിലാക്കുക, ബി യൂസ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു നൗണിനെ പോലെ വരുന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ കണ്ടല്ലോ ഐ ആം യൂസ് ടു വർക്കിംഗ് ഫ്രം ഹോം. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഷീ ഈസ് യൂസ് ടു സ്റ്റേയിങ് അപ്പ് ലേറ്റ്. കണ്ടോ, സ്റ്റേയിങ് അപ്പ് ലേറ്റ് എന്ന് പറയുന്നത് ഒരു നൗണായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. മൂന്നാമത്തേലോ ദേ ആർ യൂസ് ടു ഹോട്ട് വെദർ. അവിടെ വെദർ, കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു നൗൺ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബി യൂസ് ടു എന്ന് പറയുന്നത് നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇതെങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കൂ. എനിക്ക് മാസ്ക് ഉപയോഗിച്ച് ശീലം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്കത് ശീലമായി. എന്താ പറയുന്നത് നോക്കൂ. ഐ വാസൻറ്റ് യൂസ് ടു വെയറിങ് എ മാസ്ക് ബട്ട് നൗ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. ഐ വാസൻറ്റ് യൂസ് ടു വെയറിങ് എ മാസ്ക്. കണ്ടോ, ഐ വാസൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് പാസ്റ്റ് ടെൻസിൽ. ഇനി എങ്ങനെയാണ് ഈ ബി യൂസ് ടു ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് പറയേണ്ടത് ഇതാണ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഇലക്ട്രിക് കാറുകൾ ശീലമാകും. എന്ത് പറയും? വിൽ ബി യൂസ് ടു ഡ്രൈവിംഗ് ഇലക്ട്രിക് കാർസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. വി വിൽ ബി എന്നാണ് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത്. വിൽ ബി യൂസ് ടു ഡ്രൈവിംഗ് ഇലക്ട്രിക് കാർസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഇനി ഈ യൂസ് ടുവും ബി യൂസ് ടുവും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ 1-2 എക്സാമ്പിൾസ് കൂടെ പറയാം. എനിക്ക് പറയേണ്ടത് ഇതാണ്, പണ്ടൊക്കെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് ചെയ്യുമായിരുന്നത്. അപ്പോൾ അതെങ്ങനെ പറയുക? ഐ യൂസ് ടു ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്. കണ്ടോ, ഞാൻ പറഞ്ഞത് ഐ യൂസ് ടു ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ശീലമായി, അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ആം യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്. കണ്ടോ, ഐ ആം യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്. രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഐ യൂസ് ടു ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്, പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുമായിരുന്നത്. ഐ ആം യൂസ് ടു ഡ്രൈവിംഗ് ഓൺ ദ ലെഫ്റ്റ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് എനിക്ക് ശീലമാണ്. മറ്റൊരു സെൻറ്റൻസ്, ഞങ്ങൾ വളരെ വൈകി ജോലി ചെയ്യുമായിരുന്നു. വി യൂസ് ടു വർക്ക് ലേറ്റ് അവേഴ്സ്. വി യൂസ് ടു വർക്ക് ലേറ്റ് അവേഴ്സ്. അടുത്തത് നോക്കൂ, വൈകി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ശീലമായി. വി ആർ യൂസ് ടു വർക്കിംഗ് ലേറ്റ് അവേഴ്സ്. വ്യത്യാസം കണ്ടോ? വി ആർ യൂസ് ടു വർക്കിംഗ് ലേറ്റ് അവേഴ്സ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, യൂസ് ടു കഴിഞ്ഞിട്ട് ഒരിക്കലും വേർബ് ING ഫോമിൽ വരില്ല. പക്ഷേ ബി യൂസ് ടു കഴിഞ്ഞിട്ട് വേർബ് ING ഫോമിലായിരിക്കും വരുന്നത്. ആ വ്യത്യാസം കണ്ടല്ലോ. ഇനി നിങ്ങൾക്കുള്ള ചെറിയൊരു ഹോംവർക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ 2 സെൻറ്റൻസസ് തരുന്നുണ്ട്. ഓരോ സെൻറ്റൻസിലും ഓരോ ബ്ലാങ്ക് ഉണ്ടാവും. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. യൂസ് ടു, ആം യൂസ് ടു. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, ഐ സ്പേസ് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ശീലമായി. ഏത് ഉപയോഗിക്കാൻ നോക്കൂ. രണ്ടാമത്തത്, ഡിഡ് യു സ്പേസ് വർക്ക് പാർട്ട് ടൈം വെൻ യു വർ ഇൻ ദ കോളേജ്. നിങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ഇവിടെ ഏത് ഉപയോഗിക്കുകയെന്ന് നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.